ശിക്ഷ എല്ലാവർക്കും പാഠമാകണമെന്നും നീതി നടപ്പാക്കാൻ വൈകുന്നത് അനുവദിക്കാനാകില്ലെന്നും നിർഭയയുടെ അച്ഛനും മാധ്യമങ്ങളോട് പറഞ്ഞു. എം പി പ്രദീപ് കുമാറിന്റെ വിശദാംശങ്ങളുമായി പ്രദീപ് കുമാർ. 7 വർഷം നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിർഭയയ്ക്ക് നീതി ലഭിക്കുന്നത്. ഈ വധശിക്ഷ രാത്രിയിലെ അസാധാരണമായ നീക്കങ്ങൾ നമ്മൾ കണ്ടു. സുപ്രീം കോടതി പെട്ടെന്ന് തന്നെ യോഗം ചേർന്ന് എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടുള്ള ഒരു വിധിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അൻസു, 7 വർഷവും 3 മാസവും നീണ്ട കോടതി നടപടികൾ, അതും അതിൻ്റെ ഏറ്റവും അവസാനം അത്യപൂർവമായ കോടതി നടപടികൾക്കാണ് ഇന്നിപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. സുപ്രീം കോടതി പുലർച്ചെ 1:30 സുപ്രീം കോടതിയിൽ ഹർജി എത്തുന്നു. അത് 2:30 വീണ്ടും അതിൽ ഒരു തീരുമാനമാകുന്നു. അതിനുശേഷം പിന്നീടും ഇതിനുശേഷം ഇവിടെ തിഹാർ ജയിലിൽ നിശ്ചയിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ, അതായത് ഡൽഹി പട്യാല ഹൗസ് കോടതി പറഞ്ഞ അല്ലെങ്കിൽ മരണ വാറണ്ട് പുറപ്പെടുവിച്ച അതേ സമയത്ത് 5:30 തന്നെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു. ഇത് വധശിക്ഷ നടപ്പാക്കിയ വിവരം തിഹാർ ജയിലിൻ്റെ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നീതിയിലേക്കുള്ള പുലരി എന്നുള്ളതാണ് ഇവിടെ തടിച്ചുകൂടിയ ഈ ജനക്കൂട്ടം ആർത്തു വിളിച്ചത്. കാരണം 5:30 അടുത്തപ്പോൾ ഇവർ വളരെ കൃത്യമായി ആ ടൈം ക്ലോക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ കൃത്യമായും കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു വിധിയെ ഇവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ഈ തിഹാർ ജയിലിന് മുന്നിൽ നിന്നും പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് ഈ ഒരു പരിസരത്ത് നിന്ന് കാണാൻ സാധിക്കും, ഇവിടെ ഇപ്പോഴും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇന്ന് ഇവർ അഭിഭാഷകനായ AP സിംഗിനെതിരെ മുർദാബാദ് വിളിക്കുകയും ഒപ്പം തന്നെ ജുഡീഷ്യറിക്ക് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിച്ചു. എന്തായാലും ഇന്നിപ്പോൾ പുലർച്ചെ 4 മണിക്ക് തന്നെ ഈ 4 പ്രതികളെയും വിളിച്ചുണർത്തി 4:30 എല്ലാവർക്കും കുളിക്കാനും സൗകര്യമൊരുക്കി അവർക്ക് പുതുവസ്ത്രങ്ങൾ നൽകി. 4:45 ഇവർക്ക് അവരുടെ വിശ്വാസത്തിൽപ്പെട്ട പ്രാർത്ഥനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. പിന്നീട് 4:55 അവരോട് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം അതിനോട് താല്പര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ജയിൽ അധികൃതർ ചോദിച്ചു. ഇതിനുശേഷം 5:05 ഇവരെ ഈ കഴുമരത്തിൻ്റെ സ്ഥാപിച്ചിരിക്കുന്ന ആ പരിസരത്തേക്ക് കൊണ്ടുപോയി 5:15 കഴുമരത്തിൻ്റെ സമീപത്ത് എത്തിച്ചു. 5:25 ഇവരെ കഴുമരത്തിൻ്റെ അടുത്ത് നിന്നും അവരെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അതിനുശേഷം ഇവർക്ക് കറുത്ത മുഖാഭരണവും ഒപ്പം തന്നെ അവരുടെ അണിയിച്ചു. ഒപ്പം തന്നെ അവരുടെ 2 കൈകളും പുറകോട്ട് പിടിച്ചു കെട്ടി. ഇതിനുശേഷം 5:30 വധശിക്ഷ നടപ്പാക്കി. 4 പ്രതികളുടെയും വധശിക്ഷ ഒരേ സമയമാണ് നടപ്പാക്കിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിവരം. അതായത് ഇത് അത്യപൂർവമായ ഒരു വധശിക്ഷ നടപ്പാക്കലാണ്. കാരണം ഈ തിഹാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ 4 പ്രതികളെ ഒരേ സമയം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അത്യപൂർവമായ നടപടിയാണ്. മാത്രമല്ല, അത്യപൂർവമായ ഒരു കോടതി വ്യവഹാരവും കൂടിയായിരുന്നു ഈ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. 3 തവണ മരണ വാറണ്ട് മാറ്റിവെച്ചു. 4ാം തവണയാണ് ഇപ്പോൾ ഈ ഒരു മരണശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാൻ ഇവിടെ ജയിലധികൃതർക്ക് സാധിച്ചത് എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രദീപ് കുമാർ, അത് തന്നെയാണ്. ആരാച്ചാർ പവൻ ജല്ലാദാണ് വധശിക്ഷ 4 പേരുടെയും ഒരുമിച്ച് നടപ്പിലാക്കിയത്. ഇന്ത്യ ഒട്ടാകെ, ഒരു രാജ്യം ഒന്നടങ്കം ഒരു നീതിക്കായി കാത്തിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാകും. ഈ വധശിക്ഷ നടപ്പായതിനു ശേഷം ഈ കോടതിയുടെ പരിസരത്ത് ജയിലിന് പുറത്തൊക്കെ വലിയൊരു ആർപ്പുവിളികളും ആഹ്ലാദാരവങ്ങളും ഒക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് നിർഭയയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചത്? അൻസു, നമുക്ക് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ ഗേറ്റ് നമ്പർ 3 മുന്നിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോഴും ഇവിടെ ജനങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല. 5:30 സമയത്ത് ഇവിടെ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടമാണ് ഇവിടെ തടിച്ചുകൂടിയത്. ത്രിവർണ്ണ പതാകകളും ഒപ്പം തന്നെ ബാനറുകളും പോസ്റ്ററുകളുമായും എല്ലാം തന്നെ, അതും ജുഡീഷ്യറിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടും ഈ അഭിഭാഷകനെ എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമുള്ള ജനങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് ഇവിടെ എത്തിയതും ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത്, അതായത് ഈ വധശിക്ഷ നടപ്പാക്കുന്ന ആ സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം വലിയ തോതിൽ തന്നെ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്തുകൂടി ഗതാഗതം കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഈ വധശിക്ഷ നടപ്പാക്കിയതിന് പിന്നാലെ നിർഭയയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നീതി നടപ്പിലായി, ഏറ്റവും ഒടുവിൽ നീതി
നടപ്പിലായി എന്നുള്ള കാര്യമാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഇനി ഒരു പെൺകുട്ടിക്ക് പോലും ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകരുത്, ഒരു കുടുംബത്തിന് പോലും ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടാവരുത് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഈ പറഞ്ഞ 7 വർഷവും 3 മാസവും ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഈ ശിക്ഷ വൈകിപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായത്. എങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തങ്ങൾ നടത്തിയ പോരാട്ടം ഒടുവിൽ ഫലം കണ്ടു. എന്തായാലും നീതിയുടെ ഒരു പുലരിയിലേക്കാണ് ഇന്ന് മിഴി തുറക്കുന്നത് എന്നൊരു കാര്യമാണ് ഈ മാതാപിതാക്കൾ ഇന്ന് പറഞ്ഞു വച്ചതും. അൻസു. ശരി പ്രദീപ് കുമാർ, ശിക്ഷ എല്ലാവർക്കും പാഠമാകണമെന്നും നീതി നടപ്പാക്കാൻ വൈകുന്നത് അനുവദിക്കാനാകില്ലെന്നും നിർഭയയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. आज का दिन निर्भया के लिए दिन ही नहीं बल्कि पूरे देश की महिलाओं का दिन है, न्याय का दिन है, सुरक्षा का दिन है, बहुत बड़ा दिन है। इस दिन को हम कितने भी व्याख्या कर लें कम पड़ जाएगा। क्यों कि आप जहाँ से भी आपको खबर मिलती होगी हर जगह से एक ही होगा कि निर्भया को आज न्याय मिल गया, हम खुश हैं। सभी लोग इस बात को कहेंगे। बहुत कम ऐसे लोग होंगे जो इनको फांसी होने से दुखी होंगे, वो भी उनके माँ बाप होंगे, उनके वकील होंगे। MP പ്രദീപ് കുമാർ ചെയ്യുകയാണ്. വീണ്ടും പ്രദീപ്, 2012 ഡിസംബറിലാണ് നിർഭയ ആക്രമിക്കപ്പെടുകയും പിന്നീട് മരിക്കുകയും ഒക്കെ ചെയ്തത്. നമ്മളെല്ലാം കണ്ടതാണ്. അന്ന് വലിയ ഒരു പ്രതിഷേധത്തിനും വലിയ രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. നിരവധി പേരാണ് തെരുവിലിറങ്ങിയത് നിർഭയയ്ക്ക് വേണ്ടിയിട്ട്. വലിയ ക്യാമ്പയിനുകൾ ഉണ്ടായി, മുദ്രാവാക്യം വിളികളോട് ഒരുപാട് പേർ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 7 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 7 വർഷവും ഏതാനും മാസങ്ങളും പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഈ നീതി ലഭിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇത്രയും നാളത്തെ ഒരു പോരാട്ടത്തെ ഓർത്തെടുക്കുന്നത്? അൻസു, പ്രധാനമായും ഈ 7 വർഷവും 3 മാസവും എന്നത് സംബന്ധിച്ച് ഈ നിർഭയയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയൊരു പോരാട്ടമാണ് അവർ നടത്തിയതെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ തന്നെ വലിയ ഈ സംബന്ധിച്ച്, അതായത് ഇവരുടെ പോരാട്ടം സംബന്ധിച്ചും പല പ്രാവശ്യം ഇവരുടെ ഡൽഹിയിലെ പട്ടേൽ ഹൗസ് കോടതിക്ക് മുന്നിലും ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം തന്നെ ഓരോ പ്രാവശ്യം ഓരോ ഹർജികൾ കൊടുക്കുമ്പോൾ 4 പ്രതികളും വിവിധ ഹർജികൾ വിവിധ ഫോറങ്ങളിൽ കൊടുക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ എന്നൊക്കെ കേസുണ്ടോ അന്നെല്ലാം തന്നെ ഈ മാതാപിതാക്കൾ അവിടെ എത്തുകയും അവിടെ ഇരിക്കുകയും അവിടുത്തെ നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും തങ്ങളുടെ ദുഃഖവും വിഷമവും ഒപ്പം തന്നെ ചില കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനുകൂലമായ തീർപ്പുകളെ അത് വളരെ കൃത്യമായി തന്നെ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ ഈ 7 വർഷവും കാണാൻ സാധിച്ചത്. എന്നാൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം അത് ഇവർ ഒരു ക്ഷീണവുമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 2012 ഡിസംബറിലാണ് ഇങ്ങനെ ഒരു ദുര്യോഗം അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഒരു ക്രൂരകൃത്യം ഈ ഡൽഹി നഗരത്തിൽ നടക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഈ ഇവിടുത്തെ ഡൽഹി നിവാസികൾ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. രാഷ്ട്രപതി ഭവനിലേക്ക് പോലും ജനങ്ങൾ ഇടിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിച്ച ഒരു സമയമായിരുന്നു അത്. എന്തായാലും അതിനുശേഷമെല്ലാമാണ് ഇപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ ഒരു സർക്കാർ തന്നെ, അതായത് ആം ആദ്മി സർക്കാർ ഈ ഡൽഹിയിൽ എത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഒരു നിർഭയ സംഭവം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലൊക്കെ തന്നെ വലിയ തോതിൽ ഉള്ളൊരു സ്വാധീനമുണ്ടാക്കിയ ഒരു കേസാണ്. രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഏറെ വേദനിപ്പിച്ച ഒരു കേസാണ് നിർഭയ കേസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു കേസിൽ വധശിക്ഷ നടപ്പാകുമ്പോൾ ഇവിടെ ഡൽഹി നിവാസികൾ ഇവിടെ ഒത്തുകൂടുന്നതും അവർ ഇന്ന് നീതി നടപ്പായി. കാരണം 3 പ്രാവശ്യം വധശിക്ഷ മാറ്റിവെച്ച കേസാണ്. അതുകൊണ്ട് തന്നെ നീതി നടപ്പായി എന്ന് അവർ ഉറക്കെ അത് വിളിച്ചു പറയുന്നതും. അൻസു. പ്രദീപ്, നിർഭയയ്ക്ക് സംഭവിച്ചത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത തന്നെയായിരുന്നു. ഈ പ്രതികൾ പലതവണ മരണവാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ടിട്ടും നിരവധി എതിർവാദങ്ങൾ നിരത്തി. അതിലൊരാൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു, മറ്റൊരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു, മറ്റൊരാളുടെ ഭാര്യയ്ക്ക് വിവാഹമോചനം വേണമെന്ന് പറയുന്നു. ഇന്നലെ രാത്രി വധശിക്ഷ നടക്കേണ്ട രാത്രിയിലും ഇവർ ഹർജിയുമായി കോടതിയിലേക്ക് എത്തുന്നു. അതും 1:30 എത്തുന്നു. 3:30 കോടതി ഇതെല്ലാം തള്ളിക്കൊണ്ട് വധശിക്ഷ തന്നെ വേണമെന്ന് ഉറപ്പിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് അവസാന നിമിഷം വരെയും ഈ മരണം ഒഴിവാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു? അതെങ്ങനെയായിരുന്നു? അൻസു, ഇന്നലെയും ഇന്നുമായി ഇന്ന് പുലർച്ചെ 2:30 മണിവരെ ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു 2:30-3 മണിവരെ വലിയ തോതിലുള്ള ഒരു കോടതി നടപടികൾ
തുടർച്ചയായി ഈ പ്രതികൾ കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ രാത്രി 9:30-ക്ക് ഈ പ്രതികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. അതായത് വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഡൽഹി പട്ടേൽ ഹൗസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇവർ രാത്രിയോടെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അർദ്ധരാത്രി വരെ നീളുന്ന ഒരു സിറ്റിംഗ് ആയിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ഉണ്ടായത്. 12 മണിവരെ ആ സിറ്റിംഗ് നീണ്ടു. ഏറ്റവും ഒടുവിൽ ഇവരുടെ എല്ലാം, അതായത് പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും എല്ലാം വാദം കേട്ട ശേഷം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. എന്നാൽ അതിൻ്റെ ഉത്തരവ് അത് പ്രതിഭാഗത്തിന് നൽകിയിരുന്നില്ല. അതിന് സമയമെടുക്കും എന്നൊരു കാര്യമാണ് ഡൽഹി ഹൈക്കോടതി അവിടുത്തെ ഹൈക്കോടതിയിലെ ജീവനക്കാർ അഭിഭാഷകനെ അറിയിച്ചത്. തുടർന്ന് ഈ അഭിഭാഷകനായ AP സിംഗ് സുപ്രീം കോടതി രജിസ്ട്രാറെ വീട്ടിൽ പോയി കണ്ട്, അർദ്ധരാത്രിയോടുകൂടി തന്നെ വീട്ടിൽ പോയി കണ്ട് ഈ നടക്കാൻ പോകുന്ന ഈ ഒരു 4 ജീവനുകളുടെ വിഷയമാണ്, വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നൊരു കാര്യം പറയുകയുണ്ടായി. തുടർന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുകയും ഈ നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ എപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും പരിഗണിച്ച ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചിനെ ഈ ഒരു ഹർജി പരിഗണിക്കാൻ അവരെ നിയോഗിച്ചത്. എന്തായാലും പുലർച്ചെ 2:30 മണിക്ക് പരിഗണിക്കാൻ തീരുമാനിക്കുന്നു. 2:30 മണിക്ക് അവിടെ അഭിഭാഷകരും നിർഭയയുടെ മാതാപിതാക്കളും എത്തുന്നു. ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം കടത്തിവിട്ടില്ല, അഭിഭാഷകരെ കടത്തിവിട്ടില്ല. ആ സമയത്ത് അവിടെ ചെറിയ തോതിൽ ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അഭിഭാഷകരെ കടത്തിവിട്ടു. എന്നാൽ നിർഭയയുടെ മാതാപിതാക്കൾ പുറത്തു തന്നെ ഇരുന്നു, കോടതി വളപ്പിൽ തന്നെ ഇരുന്നു. അവർ കോടതി മുറിക്കുള്ളിലേക്ക് പോയില്ല. പകരം സോളിസിറ്റർ ജനറലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഇന്ന് പുലർച്ചെ ഹാജരായത്. ഏകദേശം 40 മിനിറ്റോളം വാദമുഖങ്ങൾ കേട്ടു. 3:30 മണിയോടുകൂടി കോടതി ഈ ഒരു ഹർജി തള്ളുകയുണ്ടായി. കാരണം ഇന്നിപ്പോൾ സുപ്രീം കോടതി സമർപ്പിച്ചിരുന്ന ഹർജി പവൻകുമാറിൻ്റേതായിരുന്നു. പവൻകുമാർ ഗുപ്ത രാഷ്ട്രപതിക്ക് രണ്ടാമത് സമർപ്പിച്ച ദയാഹർജി തള്ളിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പവൻകുമാർ ഗുപ്തയുടെ അഭിഭാഷകനും കൂടിയായ AP സിംഗ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. കാരണം അതിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല. അത് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനും കഴിയുകയില്ല എന്നൊരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് സ്വീകരിച്ചത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും, നേരത്തെ അൻസുവിനെ സൂചിപ്പിച്ചതുപോലെ പവൻകുമാർ ഗുപ്തയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല ഈ സംഭവം നടക്കുമ്പോൾ എന്ന് തുടങ്ങിയ വാദമുഖങ്ങളെല്ലാം തന്നെ പല വട്ടം അത് ട്രയൽ കോടതിയിൽ, അതായത് പട്ടേൽ ഹൗസ് കോടതിയിലും അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതി എല്ലാം തന്നെ അത് വന്ന് സുപ്രീം കോടതി 2 വട്ടം ആ വാദമെല്ലാം തന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞാണ്. എന്നിട്ടും വീണ്ടും അവസാന നിമിഷം ഈ ഹർജിയുമായി വരുമ്പോഴും പഴയ വാദങ്ങൾ അതേപടി തന്നെ പറയുന്നതിനെ കോടതി വലിയ തോതിൽ വിമർശിക്കുകയുണ്ടായി. എന്നാലും കോടതി ഒരു കാര്യം പറഞ്ഞു, ഈ അഭിഭാഷകനായ AP സിംഗ് തൻ്റെ ഭാഗം വളരെ വൃത്തിയായി ചെയ്തു എന്നൊരു അഭിനന്ദനം കൂടി കോടതി പറഞ്ഞു എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുകയാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷമാണ് അവസാനം കോടതി ഈ ഹർജി തള്ളുന്നതും അതിനുശേഷം കൃത്യം 5:30 ഇവിടെ വധശിക്ഷ നടപ്പാക്കുന്നതും. ശരി, പ്രദീപ് കുമാർ തുടരുക. ഇപ്പോൾ നിതിൻ അംബുജൻ കൂടി ചേരുകയാണ്. നിതിൻ, നമുക്കറിയാം 2012 ഡിസംബറിലാണ് നിർഭയ ആക്രമിക്കപ്പെടുന്നതും ക്രൂരമായി ആക്രമിക്കപ്പെടുന്നതും പിന്നീട് മരണം സംഭവിക്കുന്നതുമെല്ലാം. 2013 സെപ്റ്റംബറിലാണ് നിർഭയയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. നിർഭയയുടെ ഘാതകർക്ക്. എന്നാൽ വലിയ നീണ്ട ഒരു നിയമ പോരാട്ടം നടക്കേണ്ടി വന്നു ഈ വിധി നടപ്പാക്കുവാൻ, ഒരു നീതിയുടെ പുലരി സംഭവിക്കുവാൻ വേണ്ടി. എന്താണ് വിവരങ്ങൾ? അൻസു സൂചിപ്പിച്ച പോലെ തന്നെ 2012 ഡിസംബർ 16 രാജ്യത്തിന്റെ മനസ്സാക്ഷി മുൻനിർത്തിച്ച സംഭവം ഉണ്ടായത്. അതിനുശേഷം അധികം വൈകാതെ തന്നെ, അതായത് തന്നെ പ്രതികളെ പിടികൂടിയിരുന്നു. എന്നാൽ 2013 ഈ അതിവേഗ കോടതി 2010 ഫെബ്രുവരി 17 അതിവേഗ കോടതി തീരുമാനിച്ചിടക്കി ഒരാളുടെ കേസ് ദുബായിൽ സാഹചര്യമുണ്ടായി. 2013 മാർച്ച് 11 ഒന്നാം പ്രതി, അതായത് രാഷ്ട്രീയ തിഹാർ ജയിലിൽ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം 2013 തന്നെ ഈ ഓഗസ്റ്റ് 31 ഈ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന്റെ പ്രായപൂർത്തിയായ പ്രതിയെ 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അതിനുശേഷം സെപ്റ്റംബർ 13 അതിവേഗ കോടതി അത് സുപ്രീം കോടതി ശരിവെക്കുന്നത് 2017 അത്തരത്തിൽ നിയമ നടപടികളൊക്കെ മറ്റ് കേസുകൾ അപേക്ഷിക്കുമ്പോൾ അതിവേഗം നടന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ 2012 സംഭവം നടത്തി 2013 ഓഗസ്റ്റിൽ തന്നെ ഈ വധശിക്ഷ വിധിക്കുന്ന ഒരു
സാഹചര്യത്തിലേക്ക് പോയി. 2017 സുപ്രീം കോടതി അത് തിരിവെച്ചത്. പിന്നീട് നടന്ന സംഭവങ്ങൾ, അതായത് 2020 ജനുവരി 7 ആദ്യം മരണവാറണ്ട് പിന്നീട് പലപ്പോഴായി ഇതിന്റെ ഈ മരണവാറണ്ട് പലപ്പോഴായി വൈകിട്ടുള്ള പ്രതികളുടെ ഭാഗത്തും നിരന്തരമുണ്ടായി. 3 തവണയാണ് മരണവാറണ്ട് മാറ്റിവെച്ചത്. അവസാനം 2020 മാർച്ച് 20 പുലർച്ചെ 5:30 വധശിക്ഷ നടപ്പാക്കണമെന്നൊരു ഉത്തരവ് വന്നിരിക്കുന്നു. എന്നാൽ അതിൽ പോലും സുപ്രീം കോടതിയുടെ അവസാന നിമിഷം വരെ ഈ നിയമത്തിന്റെ ഏതെങ്കിലും തരത്തിലൊരു സഹായം തേടാനുള്ളൊരു നിയമപരമായിട്ടുള്ള വഴികൾ പ്രതികൾ തേടിക്കൊണ്ടിരുന്നു. അതിൽ കോടതിയില്ലാത്ത സമീപിക്കുന്നു. ഇന്ന് പുലർച്ചെ 5:30 ഈ 4 പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു. നിർഭയക്ക് നീതി ലഭിച്ചത് ഈ നിമിഷത്തിൽ തന്നെയാണെന്ന് അമ്മ പ്രതികരിച്ചു. അത്തരത്തിൽ വളരെ വൈകാരികമായ ഒരു നിമിഷമാണ് ഈ 5:30 ദ്വാരകയിലെ വീട്ടിലുണ്ടായത്. മകളുടെ ചിത്രത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ മകൾക്ക് നീതി ലഭിച്ചത് വളരെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ഇനിയുള്ള നടപടികൾ ഈ 4 പ്രതികളുടെയും മൃതദേഹം ദീൻ ദയാൽ ഉപാധ്യായ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു ജയിലിൽ 9 ഗേറ്റുകളാണുള്ളത്. നിലവിൽ ഞാൻ കൊണ്ടിരിക്കുന്നത് 3-ാം നമ്പർ ഗേറ്റിലാണ്. ഇതിലെ 9-ാം നമ്പർ 9 ഗേറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിലൂടെ ആയിരിക്കില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക. മറ്റ് ഗേറ്റുകൾ വഴിയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്നാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ ഉടൻ തന്നെ സംസ്കരിക്കണം എന്നൊരു നടപടി തന്നെയാണ് അതിലേക്ക് അധികൃതർ നൽകുക, നിർദ്ദേശമാണ് അധികൃതർ നൽകുക. അതല്ലാതെ ഒരു പൊതുദർശനമോ അത്തരത്തിലൊന്നും വെക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം എന്തായാലും അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ തീഹാർ ജയിലിന്റെ ഭാഗത്തും അത്തരം നടപടികൾ, അതായത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ ദീൻ ദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഏറെ നാൾ നീണ്ട, കൃത്യം പറഞ്ഞാൽ 2651 ദിവസത്തെ നിയമ പോരാട്ടത്തിന്റെ, ആശാദേവിയുടെ നിയമ പോരാട്ടത്തിന് ഇന്ന് ഒരു നീതി ലഭിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആശാദേവി. ഒപ്പം തന്നെ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മുറിവേൽപ്പിച്ച ഈ സംഭവത്തെ തുടർന്ന് നിരവധി ആളുകൾ പ്രതിഷേധവുമായി उस मुकाम पे पहुंचे हैं कि फाइनली आज उन चारों को फांसी हुई और निर्भया को आगे भी आप बच्चियों के लिए संघर्ष करेंगी, जाएंगी कोर्ट इन बच्चियों को इंसाफ दिलाने के लिए जो इस तरीके की? जी, मैंने 7 साल ये पहले ये लड़ाई शुरू करी थी, तो मुझे पता था कि चाहे हम कुछ भी करेंगे, हमारी बच्ची इस दुनिया में नहीं है और न ही कभी आएगी। ये लड़ाई हमारे इस क्राइम के खिलाफ था और आगे भी रहेगा। തന്റെ മകൾ ഈ ഭൂമിയിൽ നിന്ന് പോയി, ഈ ലോകത്തു നിന്ന് പോയി എങ്കിലും 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അവൾക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നിർഭയയുടെ അമ്മ ആശാദേവി പറഞ്ഞിരിക്കുന്നത്. നിതിൻ അംബുജൻ ഉണ്ട് ഒരിക്കൽ കൂടി. നിതിൻ, ആ അമ്മ പറയുന്നത് ഇത് തന്നെയാണ്, മകൾ ഇനി തിരിച്ചു വരില്ല, പക്ഷേ എൻ്റെ മകൾക്ക് കൊടുക്കാവുന്ന നീതി ഞാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. 7 വർഷം നീണ്ട പോരാട്ടമാണ്. ഇതിനിടയിൽ മറുഭാഗം, പ്രതിയുടെ ഭാഗത്തു നിന്ന് ഹർജികൾ നിരവധി തവണ വന്നു. അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അവസാനം ഈ വധശിക്ഷ രാത്രിയിലും അവർ 1:30 പുതിയ ഹർജിയുമായി എത്തുന്നു. ഒടുവിൽ 3:30 ആ ഹർജികളെ എല്ലാം തള്ളിക്കൊണ്ട് അവർക്ക് ഒരു ദയവും അർഹിക്കുന്നില്ല പ്രതികൾ എന്നൊരു നിലയിലേക്ക് സുപ്രീം കോടതി വീണ്ടും എത്തുന്നത്. അമ്മയുടെ പോരാട്ടം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. എന്താണ് ആശാദേവി പ്രതികരിച്ചത്? അൻസു, ആശാദേവി ജുഡീഷ്യറിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു, രാഷ്ട്രപതിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു. ഈ ഒരു നിമിഷത്തേക്ക് വേണ്ടിയാണ് താൻ ഏറെ നാളായി കാത്തിരിക്കുന്നത്. പല ദിവസങ്ങളായി താൻ ഉറങ്ങിയിട്ടില്ല എന്നറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു സമയത്തിനായി നന്ദി അറിയിക്കുന്നു, ജുഡീഷ്യറിക്ക് നന്ദി അറിയിക്കുന്നു. കൃത്യം 2017 മെയ് 5 സുപ്രീം കോടതി വധശിക്ഷ ശരിവെക്കുന്നത്. അതിനുശേഷം 2018 ജൂലൈ 9 മുകേഷ് സിംഗ്, ഒപ്പം തന്നെ പവൻ ഗുപ്ത, വിനയ് ശർമ്മ എന്നിവർ സുപ്രീം കോടതിയിൽ നൽകിയ പുനഃപരിശോധന ഹർജി തള്ളുന്ന സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ 2019 ഡിസംബർ 18 അക്ഷയ് താക്കൂറും നൽകിയ പുനഃപരിശോധന ഹർജി തള്ളി. അതിനുശേഷം 2020 ജനുവരി 7 4 പ്രതികളെ തൂക്കിക്കൊല്ലാൻ ഡൽഹി പട്യാല ഹൗസ് കോടതി മരണവാറണ്ട് പുറപ്പെടുവിച്ച് പിന്നീട് നടന്ന സംഭവ വികാസങ്ങളാണ് ഏറെ നാടകീയത ഉണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ ജനുവരി 21 തൂക്കിക്കൊള്ളണമെന്നാണ് മരണവാറണ്ട് പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതിനിടയിൽ പുനഃപരിശോധന ഹർജിയൊക്കെ നൽകിക്കൊണ്ട് വീണ്ടും അതിൽ നിന്നും ഈ ഒരു മരണവാറണ്ടിലെ തീയതിയിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുമുണ്ടായി. അത് തൊട്ടു പിന്നാലെ തന്നെ രാഷ്ട്രപതിക്ക് ദയാ ഹർജി നൽകുന്നു, കൂടാതെ തിരുത്തൽ ഹർജി നൽകുന്നു. അങ്ങനെ 4 പ്രതികളും വെവ്വേറെയാണ് ഓരോ
ഹർജികൾ നൽകിക്കൊണ്ട് പരമാവധി വൈകിപ്പിക്കാനുള്ള നടപടി ഉണ്ടായത്. അതെല്ലാം തന്നെ 3 തവണ മരണ വാറണ്ട് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതി പോലും ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് പ്രതികളുടെ ഭാഗത്തുനിന്നും ഈ ശിക്ഷ പരമാവധി വൈകിപ്പിക്കാനുള്ള നടപടിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കോടതി പോലും പറഞ്ഞിരിക്കുന്നു. ഈ ഒരു നിമിഷം, അതായത് 5:30 വധശിക്ഷ നടപ്പാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ മുൻപ് വരെ സുപ്രീം കോടതിയിലായിരുന്നു ഇതിന്റെ ഹർജി ഉണ്ടായതെന്നത് സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ വളരെ നാടകീയമായ ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞ, അല്ലെങ്കിൽ മണിക്കൂറുകളാണ് കടന്നുപോയത്. കോടതിയിൽ, സുപ്രീം കോടതിയിൽ നിർഭയയുടെ അമ്മ എത്തിയിരുന്നു. അതിനുശേഷം എന്തായാലും തന്റെ മകൾക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ പങ്കുവച്ചു. അതിനുശേഷം, അതായത് സുപ്രീം കോടതി നടപടിക്ക് ശേഷം നേരെ ദ്വാരകയിലെ വീട്ടിൽ പോയി തത്സമയം തന്റെ മകൾക്ക് നീതി ലഭിക്കുന്ന ഒരു വാർത്ത കാണാൻ തത്സമയം ദ്വാരകയിലെ വീട്ടിലാണ് സമയം ചെലവഴിച്ചത്. എന്തായാലും ആ ഒരു നിമിഷം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. 7 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തന്റെ മകൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു, ഈ ഒരു നിമിഷത്തിൽ നീതി ലഭിച്ചിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് ഈ ജയിലിന് മുന്നിൽ കൂടിയിരിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രതികരണം. അവർ മധുരം വിതരണം ചെയ്തും കൂടാതെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടും ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു. കൂടാതെ ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആളുകളുടെ ഒരു സഹകരണം, ഒപ്പം തന്നെ ഡൽഹി പോലീസിന് നന്ദി അറിയിക്കുന്നു. അത്തരത്തിൽ വളരെ ഒരു 7 വർഷത്തെ കാത്തിപ്പിന്റെ ഒരു സന്തോഷം അവരുടെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായി. അതേസമയം നിലവിൽ ഇപ്പോൾ ആളുകളൊക്കെ തന്നെ പിന്തിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യം നമുക്കറിയാം, പ്രതികൂല സാഹചര്യമാണ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പിന്തിരിഞ്ഞു പോകാൻ പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത്തരം നടപടികളൊക്കെ തന്നെ ഇപ്പോൾ തുടരുന്നു. അല്പസമയത്തിനും തന്നെ ഈ 4 പ്രതികളുടെയും മൃതദേഹം ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. അതിനുശേഷം മൃതദേഹം മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കും. തുടർന്ന് അധികം വൈകാതെ തന്നെ സംസ്കാര നടപടികളൊക്കെ തന്നെ ശരി നിതിൻ, പ്രദീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. പ്രദീപ് കുമാർ, നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനുള്ള സമയം പ്രതികൾക്ക് നൽകിയിരുന്നു. അവസാന നിമിഷം വരെയും അവർക്ക് ആവശ്യമായ എല്ലാ നിയമസഹായവും കൊടുത്തിട്ട് തന്നെയാണ് സുപ്രീം കോടതിയും ഇവരുടെ വധശിക്ഷ ശരിവെക്കുന്നത്. ഇപ്പോൾ അവരെ തൂക്കിലേറ്റിയിരിക്കുകയാണ് 5:30. ഇവരുടെ മൃതദേഹം അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രദീപ് കുമാർ തിഹാർ ജയിലിന് പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടെ ഇപ്പോഴും ആൾക്കൂട്ടമുണ്ടോ? അവരോട് പിരിഞ്ഞു പോകാനൊക്കെ പോലീസ് ആവശ്യപ്പെടുന്നുണ്ടോ? അൻസു, ഞാനിപ്പോൾ ഈ തിഹാർ ജയിലിൻ്റെ ഗേറ്റ് നമ്പർ 3 മുന്നിലാണുള്ളത്. ഇതുവഴി ആംബുലൻസുകൾ ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ ഇപ്പോഴും ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നതും ഇവിടെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ കാത്തു നിൽക്കുന്നതും. കാരണം സ്വാഭാവികമായും മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ഒരു മണിക്കൂറെങ്കിലും ആ ഒരു സമയം നൽകേണ്ടതുണ്ട്, മൃതദേഹങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 6:30 മണിക്ക് ശേഷം, ചിലപ്പോൾ 7 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടുത്തെ, അതായത് തിഹാർ ജയിൽ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. 4 പേരെയും തൂക്കിലേറ്റിയിരിക്കുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ അവരെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം തിഹാർ ജയിൽ ഡയറക്ടർ ജനറൽ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്നും ഇത് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അൻസു. ഏഴ് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിർഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നടപ്പിലായിരിക്കുന്നു. പുലർച്ചെ കൃത്യം 5:30 തിഹാർ ജയിലിൽ 4 പ്രതികളെയും ആരാച്ചാർ പവൻ ജല്ലാദ് തൂക്കിലേറ്റിയത്. പ്രതികളായ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. കുറ്റകൃത്യം നടന്ന 7 വർഷങ്ങൾക്ക് ശേഷമാണ് നീതി നടപ്പിലായത്. 7 വർഷത്തെ പോരാട്ടത്തിന് ഫലം കണ്ടുവെന്ന് തന്റെ മകൾക്ക് നീതി ലഭിച്ചുവെന്നും നിർഭയയുടെ അമ്മ ആശാദേവി പ്രതികരിച്ചു. ഇന്നത്തെ ദിവസം വനിതകളുടേതാണെന്നും നീതി നടപ്പാക്കാൻ സഹായിച്ച രാഷ്ട്രപതിക്കും സർക്കാരിനും നീതിപീഠത്തിനും നന്ദി പറയുകയാണെന്നും ആശാദേവി പ്രതികരിക്കുകയുണ്ടായി. അല്പസമയത്തിനകം പ്രതികളുടെ മൃതശരീരം
ഇപ്പോൾ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് രശ്മിത, ഒരു നീതിയുടെ പുലരി എന്ന് തന്നെ പറയാം. 7 വർഷം നീണ്ട ഒരു വലിയ നിയമയുദ്ധത്തിനൊടുവിലാണ് നിർഭയയുടെ അമ്മ നടത്തിയ പോരാട്ടം നമ്മളെല്ലാം കണ്ടതാണ്. നിരവധി തവണ ഹർജികൾ വരുന്നു, നിരവധി തവണ മരണ വാറണ്ട് 3 തവണ മാറ്റിവെക്കുന്നു. ഇതിനെല്ലാം ഒടുവിൽ പ്രതികളെ തൂക്കിലേറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിധിയോട് പ്രതികരിക്കുന്നത്? 4 പേരെയും ഒരേ സമയം തൂക്കിലേറ്റുന്നത് ഇതൊരു പക്ഷേ ആദ്യമായാവും തിഹാർ ജയിലിന്റെ ചരിത്രത്തിൽ. 7 വർഷം നീണ്ടുനിന്ന ഒരു വിക്ടിമിന്റെ അമ്മയുടെ പോരാട്ടത്തിന്റെ പരിണിത ഫലം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. പക്ഷെ ഇതിന് നീതിയുടെ പുലർച്ച എന്നൊക്കെ പറയാൻ പറ്റുമോ? എത്ര അനായാസമായ രീതിയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ യാതൊരു വേദനകളും അറിയിക്കാതെ ഈ 4 പേരുടെയും ഈ തൽക്കാലമുള്ള ഈ ലോകത്തിലുള്ള എല്ലാ വേദനകളും ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ നിർഭയ എന്ന് നാം വിളിക്കുന്ന ആ പെൺകുട്ടി 2012 ഡിസംബർ മാസം 16-ാം തീയതി നേരിട്ട പീഡനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വേദന ഈ പറയുന്ന പ്രതികൾ അനുഭവിച്ചതായി പറയാൻ പറ്റുമോ? ഇവർക്ക് ആകപ്പാടെ ശിക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ സ്വന്തം വക്കീലന്മാർ മാത്രമായിരുന്നു. കാരണം ഓരോ ഘട്ടത്തിലും ഇവർക്ക് തെറ്റായ പ്രതീക്ഷകൾ കൊടുക്കുകയായിരുന്നു ഇവർ രക്ഷപ്പെടും. അന്താരാഷ്ട്ര നീതിന്യായ കോടതി. പക്ഷേ അഡ്വക്കേറ്റ് രശ്മിത, ഇതല്ലാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ മറ്റൊരു മാർഗമുണ്ടോ പ്രതികളെ ശിക്ഷിക്കുവാൻ? തീർച്ചയായും ഉണ്ട്. കാരണം അവസാനം വരെ പരോൾ കൊടുക്കാതെയുള്ള ജീവപര്യന്തം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഉചിതമായ ശിക്ഷയാണ് എന്ന് ഈ ക്രിമിനോളജിയിലും മറ്റും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അങ്ങനെ തുടർച്ചയായ ഒരു ആഗണിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് അവസാന നിമിഷങ്ങളിലെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു റിമോഴ്സ് ഉണ്ടാക്കാനായിട്ട് സഹായകമാകും. മറിച്ച് ഈ നിർഭയ കേസിലെ പ്രതികൾ ഓരോരുത്തരും എന്തായിരുന്നു മൊഴിയിൽ പറഞ്ഞിരുന്നത്? അവൾ ഞങ്ങളെ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവളെ കൊല്ലേണ്ടി വന്നതെന്ന്. ഇപ്പോഴും ഈ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടും 2013 വധശിക്ഷ വിധിച്ചപ്പോഴാകട്ടെ, 2014 ദില്ലി ഹൈക്കോടതി അത് ശരിവെച്ചപ്പോഴാകട്ടെ, സുപ്രീം കോടതി 2017 അത് ശരിവെച്ചപ്പോഴാകട്ടെ, റിവ്യൂ പെറ്റീഷനുകൾ തള്ളിയപ്പോഴോ ക്യൂറേറ്റീവും ദയാഹർജിയും തള്ളിയപ്പോഴോ ഇവർ ആരെങ്കിലും വന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ പറഞ്ഞത് അവൾ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ നടത്തിയ ട്രയൽ ശരിയായില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ്. അതായത് കുറ്റവാളികൾ അവസാനിക്കുമ്പോഴും കുറ്റകൃത്യം അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. നിർഭയ കേസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏക പോസിറ്റീവായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബലാത്സംഗം എന്ന് പറയുന്നത് കളവ് പോലെ, മോഷണം പോലെ, കൊലപാതകം പോലെ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ. വളരെ നന്ദി അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അങ്ങനെ 7 വർഷത്തെ നിയമ പോരാട്ടത്തിൽ നിർഭയയ്ക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ പറയാം. ഏഴ് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിർഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നടപ്പായി. പുലർച്ചെ കൃത്യം 5:30 തിഹാർ ജയിലിൽ 4 പ്രതികളെയും ഒരേ സമയം തൂക്കിലേറ്റി. പ്രതികളായ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. ആരാച്ചാർ പവൻകുമാറാണ് വധശിക്ഷ നടപ്പാക്കിയത്. കുറ്റകൃത്യം നടന്ന് 7 വർഷങ്ങൾക്ക് ശേഷമാണ് നീതി നടപ്പാക്കിയിരിക്കുന്നത്. 7 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ ശിക്ഷ എന്നാണ് നിർഭയയുടെ അമ്മ പ്രതികരിച്ചത്. തൻ്റെ മകൾക്ക് നീതി ലഭിച്ചുവെന്നും നിർഭയയുടെ അമ്മ ആശാദേവി പറഞ്ഞു. ഇന്നത്തെ ദിവസം വനിതകളുടേതാണ് എന്നും നീതി നടപ്പാക്കാൻ സഹായിച്ച രാഷ്ട്രപതിക്കും സർക്കാരിനും നീതിപീഠത്തിനും നന്ദി പറയുകയാണ് എന്നുമായിരുന്നു ആശാദേവിയുടെ പ്രതികരണം. ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ തൻ്റെ മകളുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു ആശാദേവി. ശിക്ഷ എല്ലാവർക്കും പാഠമാകണമെന്നും നീതി നടപ്പാക്കാൻ വൈകുന്നത് അനുവദിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും നിർഭയയുടെ അച്ഛനും മാധ്യമങ്ങളോട് പറഞ്ഞു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ആർപ്പുവിളികളോടെ തിഹാർ ജയിലിന് മുമ്പിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ നിന്നുള്ള കാഴ്ചകൾ?
റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 4 മണിയോടുകൂടി തന്നെ ഇവരുടെ കൗണ്ട് ഡൗൺ, അതായത് ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതിനുശേഷം ഇനി 30 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ആളുകളുടെ ഒരു കൗണ്ട് ഡൗൺ 4 മണി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഈ തിഹാർ ജയിലിന് മുന്നിലേക്ക് ഏതാണ്ട് ഇന്നലെ രാത്രി 11 മണി മുതൽ തന്നെ ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കൃത്യം 5:30 ആവുമ്പോൾ തന്നെ ആളുകൾ ആർത്തുവിളിയോടുകൂടി തന്നെ ഈ വധശിക്ഷയെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. താങ്ക്സ് ടു ജുഡീഷ്യറി എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് ആളുകളൊക്കെ തന്നെ ആഘോഷമാക്കി. ഒപ്പം തന്നെ ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് ഈ ഒരു ചരിത്ര നിമിഷത്തെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഈ ഒരു ചരിത്രപരമായിട്ടൊരു വിധിയെ അവർ ആഘോഷിച്ചു. കാരണം 7 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൽ രാജ്യത്തിനേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യത്തിന്റെ മനസാക്ഷിക്ക് തന്നെ മുറിവേൽപ്പിച്ച സംഭവമാണ് 2012 ഡിസംബറിൽ ഡൽഹിയിൽ അരങ്ങേറിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിരവധി ആളുകളാണ് ഇന്ന് ഡൽഹിയിലെ തിഹാർ ജയിലിലെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ തന്നെ തിരിച്ചു പോകാനുള്ളൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആളുകൾ പാലിക്കുമെന്ന് നമുക്ക് പറയാം. ഇനിയുള്ള നടപടികൾ നിതിൻ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത് മാരാർ, നീതി നടപ്പായി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം വധശിക്ഷയ്ക്കെതിരെ അല്ലെങ്കിൽ വധശിക്ഷയിലൂടെയല്ല യഥാർത്ഥ നീതി ലഭിക്കുന്നത് എന്ന വാദങ്ങൾ ഉയരുന്നുണ്ട്. വധശിക്ഷയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വധശിക്ഷയിലൂടെ നീതി നടപ്പായി എന്ന തരത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ ശിക്ഷാവിധിയെ താങ്കൾ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഒരു ഷോർട്ട് ടേം ജസ്റ്റിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നീതി നടപ്പായി എന്നെല്ലാം പറയാൻ പറ്റും. പക്ഷെ ഒരു ലാർജർ പെർസ്പെക്റ്റീവില് ജസ്റ്റിസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും ജസ്റ്റിസ് എന്താണെന്ന് കാണുകയും അത് നടപ്പായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടെസ്റ്റ്മെന്റ് വരുമ്പോൾ അത് നടപ്പാവുന്നില്ല. ഒരു കാലത്തും ടെസ്റ്റ്മെന്റ് വരുമ്പോൾ അത് നടപ്പാവുന്നു. പക്ഷെ ലോ ആസ് എക്സിസ്റ്റിംഗ് ലോ എന്നെ എക്സിക്യൂട്ടഡ് ആയി, അതുകൊണ്ട് നിയമം നടപ്പായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഈ എത്രയൊക്കെ നമ്മൾ ഡിലേ ചെയ്താലും അതാണ് ആദ്യം തുടക്കമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോകാതിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടും പിന്നീട് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാണുന്നതിന്റെ ഈ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ശ്രീ രഞ്ജിത്ത് മാരാർ, പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ അത് ശ്രദ്ധേയമായിരുന്നല്ലോ ഈ കേസ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ. വധശിക്ഷ റദ്ദാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഏറ്റവും ഒടുവിലായി ഇന്നലെ പോലും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. നിയമവ്യവസ്ഥ ഒരു പ്രതിക്ക് അയാളുടെ അവസാനം വരെ നിയമപോരാട്ടം തുടരാനുള്ള അവസരം കൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നൽകിയില്ലേ? എല്ലായ്പ്പോഴും നമ്മുടെ എപ്പോഴും ചാൻസ് കൊടുക്കുന്ന ഏത് ഇഷ്യൂസിലാണെങ്കിലും എന്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വെദർ ഇറ്റ് വാസ് റീസണബിൾ, വെദർ ഇറ്റ് വാസ് നീഡ്ഫുൾ, അവിടെയെല്ലാമാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ തിരികെ ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും ഈ ഇന്നത്തെ കേസിൽ മാത്രം നോക്കണ്ട, പല കാര്യങ്ങളും പല ഇഷ്യൂസിലും വരുന്ന നീതി നടപ്പായതെല്ലാം കറക്റ്റാണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ആസ് ഓൺ ടുഡേ എന്തായാലും ഇവരൊക്കെ പല എന്താ പറയുക ചാൻസസോ അല്ലെങ്കിൽ പല പ്രോസസ്സോ ഒക്കെ ഫൈറ്റ് ചെയ്യുമെങ്കിലും അൾട്ടിമേറ്റ്ലി സർവൈവ്. ശരി, അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത് മാരാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ മാത്യു നെടുമ്പാറ, താങ്കൾ ഏത് രീതിയിലാണ് ഈ ശിക്ഷ നടപ്പിലായതിനെ നോക്കിക്കാണുന്നത്? നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നടപ്പായിരിക്കുന്നു. പുലർച്ചെ കൃത്യം 5:30 തിഹാർ ജയിലിൽ 4 പ്രതികളെയും ഒരേ സമയം തൂക്കിലേറ്റിയിരിക്കുന്നു. അവസാന നിമിഷം വരെ പ്രതികളുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. വധശിക്ഷയിലൂടെ നീതി ലഭിച്ചു നിർഭയയ്ക്ക് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പ്രതികളുടെ വധശിക്ഷയിലൂടെ നീതി ലഭിച്ചുവെന്ന്? ഞാൻ വധശിക്ഷയ്ക്ക് എല്ലാ കാലത്തും എതിരായിരുന്നു. പക്ഷെ ഒരുപക്ഷെ നിർഭയ കേസ് അതിനകത്ത് ഒരു എക്സെപ്ഷൻ ആയിരിക്കാം. കാരണം അത്ര ഭീകരമായിരുന്നു കുട്ടിയോട് ചെയ്ത കടുങ്കൈ. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ എന്റെ പേരിൽ തന്നെ ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ ചലഞ്ച് ചെയ്യുന്ന സുപ്രീം കോടതി പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ തള്ളി. അത് എനിക്ക് തോന്നുന്നു 2015 അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള
ഒരു 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 പ്രിൻസിപ്പിൾ ഞാൻ തീർച്ചയായിട്ടും തെറ്റാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു ഇൻസിഡന്റ് പറയാം. എന്റെ മെമ്മറി കുറച്ച് തെറ്റായിരിക്കും. പക്ഷേ കേരള ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസ് നമ്പൂതിരിപ്പാട് 70s ആണെന്ന് തോന്നുന്നു, അങ്ങനെ റിസൈൻ ചെയ്തു. കാരണം എന്താണ്? അങ്ങേര് ജസ്റ്റിസ് കൃഷ്ണയ്യരാണെന്ന് സംശയം. അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു, അയാൾ തൂക്കിക്കൊന്ന ശേഷം അത് കഴിഞ്ഞ് യഥാർത്ഥ പ്രതി രംഗത്ത് വന്നു. അപ്പോൾ ജസ്റ്റിസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞാൻ അയാൾ പാർട്ടി ടു ജുഡീഷ്യൽ മർഡർ ആൻഡ് റിസൈൻഡ്. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് പല ഭാഗത്തും വളരെ അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ പല കേസുകളിലും നിരപരാധികളെ തൂക്കിക്കൊല്ലപ്പെട്ടുണ്ട്. നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയിലുണ്ടായ കൽക്കട്ടയിലുണ്ടായ ഒരു പേരിയ മറന്നു ചാറ്റർജി തോന്നുന്നു, ഒരു ലിഫ്റ്റിലെ ഒരു ഓപ്പറേറ്ററെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു. അപ്പൊ ആ കേസുമായിട്ട് നടത്തുന്ന ബന്ധപ്പെട്ട കേസിൽ ഞാൻ 2013 ബന്ധപ്പെടാനിടയായി. കാരണം ഞാൻ ചില കേസുകളായിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കൽക്കട്ട ലോയേഴ്സുമായിട്ട്, ആ കേസ് ഇൻവോൾവ് ചെയ്ത ലോയേഴ്സുമായിട്ട് ബന്ധപ്പെടാനിടയായി. അദ്ദേഹത്തിന്റെ പേര് ബിജു അധികാരി. അപ്പൊ ബിജു അധികാരിക്ക് ഈ കേസ് അയാൾ പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. അപ്പൊ ആരാച്ചാറ് ശ്രീ മാത്യു നെടുമ്പാറ ഈ കേസിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അവർ ദയാഹർജിയുമായി പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു. നിർഭയ എതിർക്കാത്തത് കൊണ്ടാണ് ഈ കുറ്റകൃത്യം നടന്നത് എന്ന തരത്തിലുള്ള വാദമടക്കം പ്രതികളുടെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിലും മറ്റു കോടതിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കേസിൽ അവർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ വധശിക്ഷയാണോ അവർക്ക് നൽകേണ്ടിയിരുന്ന ഏറ്റവും പരമമായ ശിക്ഷ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതിൽ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഈ വധശിക്ഷ അപ്പൊ അതുകൊണ്ട് നിർഭയ കേസിനകത്തെ തുകകളിൽ ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷെ ജനറലി ആസ് എ പ്രിൻസിപ്പൽ ക്യാപിറ്റൽ പണിഷ്മെന്റിനോട് ഞാൻ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പാണ്. ഈ കേസിനകത്ത് കുറ്റവാളികൾ യഥാർത്ഥത്തിൽ ശിക്ഷ അറിയിക്കുന്നവരാണ്. അത് തൂക്കിക്കൊന്നു. അത് നമ്മുടെ സമൂഹത്തിന്റെ ആംഗിൾ നോക്കി അത് 99% പോപ്പുലേഷൻ ഈസ് ഇൻ സപ്പോർട്ട് ഓഫ് ഇറ്റ്, ദ ഡിമാൻഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർഭയ കേസ് സെപ്പറേറ്റ് ആയിട്ട് വേണം കാണാം. ശരി, വളരെ നന്ദി ശ്രീ മാത്യു നെടുമ്പാറ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, താങ്കൾ ഏത് തരത്തിലാണ് ഈ വധശിക്ഷ നടപ്പിലായതിനെ നോക്കിക്കാണുന്നത്? വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമായിരുന്നു. ഒരു രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവത്തിലുണ്ടായ ശിക്ഷാവിധിയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. ഒരേ സമയം നിർഭയയുടെ അമ്മ വളരെ വേദനിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ ശിക്ഷ നടപ്പിലാകുമോ, ഏതു തരത്തിലുള്ള ശിക്ഷയായിരിക്കും പ്രതികൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നലെ വൈകുന്നേരം വരെ സംശയമുണ്ടായിരുന്നു. കാരണം കോടതിയിൽ ഇന്നലെ വൈകുന്നേരവും ഇതുമായി ബന്ധപ്പെട്ട വിചാരണകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ബലാത്സംഗ കൊലപാതകങ്ങളിൽ ഒന്നാണ് നിർഭയയുടെ കൊലപാതകം അല്ലെങ്കിൽ ബലാത്സംഗ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ വധശിക്ഷ എന്ന ഒരു ശിക്ഷാവിധി ഉള്ളിടത്തോളം കാലം വധശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു കേസ് നിർഭയ കേസ് തന്നെയാണ്. പക്ഷേ ഈ വധശിക്ഷയാണോ ഏറ്റവും ഉത്തമമായ ശിക്ഷാമാർഗം എന്നുള്ള കാര്യത്തിൽ ഇനിയും വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും പറയുന്നു സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ ഇത് ഉള്ളടത്ത് ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷാവിധി ഉള്ളിടത്തോളം കാലം ഈ വധശിക്ഷ നൽകുന്ന ശിക്ഷയാണ്. പക്ഷെ ഒരു പരിഷ്കൃത രാജ്യത്തിന് വധശിക്ഷ എന്ന ഏറ്റവും നിഷ്ഠൂരമായ ഏറ്റവും അത്തരത്തിലുള്ള ഒരു വധശിക്ഷ ഇനിയും സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയിലെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള പോരായ്മ ആളുകളുടെ, അതായത് നിർഭയയുടെ അമ്മയടക്കമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിർഭയയുടെ കുടുംബക്കാർക്കും അതുപോലെ ഈ കേസിൽ നോക്കിക്കാണുന്ന ഈ രാജ്യം ലക്ഷക്കണക്കിനായ അമ്മമാർക്കും അതുപോലുള്ള മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയില്
ഉണ്ടാകുന്ന, അതായത് ജയിലിലൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ശിക്ഷയുടെ പോരായ്മകളിൽ, കുറ്റകൃത്യത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകളുടെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെട്ടു പോകുന്നതെന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണ് ഇത്തരം ഒരു ശിക്ഷാവിധിയിലേക്ക് തന്നെ എത്തണം എന്നുള്ള രീതിയിലുള്ള ഇത്ര കഠിനമായ മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ മറ്റ് ശിക്ഷാ മാർഗങ്ങൾ ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കുറ്റവാളികൾക്ക്, ഇതുപോലെയുള്ള വളരെ നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷ ഉറപ്പാക്കുക ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ശിക്ഷ ഇത്തരം തൂക്കിക്കൊല ഇന്ത്യയുടെ നിയമപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ ജയമോൻ ആൻഡ്രൂസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്കടക്കം ഈ രാജ്യത്തിന്റെ പരമമായ നീതി സംവിധാനം വിധിച്ച ഒരു ശിക്ഷയ്ക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്കടക്കം പോകാനുള്ള നീക്കം ഏറ്റവും ഒടുവിൽ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇവർക്ക് വലിയ രീതിയിലുള്ള നിയമസഹായം ലഭിച്ചിരുന്നു. ഈ 4 പ്രതികളും ഇത്തരത്തിലൊന്നും മുന്നോട്ട് പോകാൻ മാത്രം പ്രാപ്തരായിരുന്ന ആളുകളല്ല. അവർ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പല കേസുകളിലും, സമീപകാലത്തുള്ള പല കേസുകളിലും നമ്മൾ കണ്ടതുപോലെ പ്രതികൾ പുറത്തിറങ്ങുന്നു. അതിനുശേഷം ഇരകളായവരെയും ഇരകളായവരുടെ മാതാപിതാക്കളെയും ഒക്കെ കൊല്ലുന്നതുമൊക്കെ നമ്മൾ കണ്ട ഒരു സമീപകാല ഇന്ത്യയിലാണ് നമ്മൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ വധശിക്ഷയെ ഞാൻ ന്യായീകരിക്കുകയല്ല. ഇന്ത്യയുടെ നീതിന്യായ പുസ്തകത്തിൽ ആ വധശിക്ഷ എന്ന കാര്യം ഉള്ളിടത്തോളം കാലം ഏറ്റവും അനുയോജ്യമായ കേസ് വധശിക്ഷ നൽകാൻ അത് നിർഭയ കേസ് തന്നെയാണ് എന്ന് താങ്കൾ പറഞ്ഞു വെച്ചു. ഈ നിയമ പോരാട്ടത്തിൽ എല്ലാ വിധത്തിലുള്ള ഈ നിയമ സംവിധാനത്തെ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും പ്രതികൾക്ക് മുന്നിൽ നിയമ സംവിധാനവും ഒരുക്കി കൊടുത്തിരുന്നില്ലേ? അതായത് എൻഡ് വരെ നിയമ പോരാട്ടവുമായി പോകാനുള്ള അനുമതി അത് നീതിന്യായ പീഠത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ലേ ജയ്മോൻ? ഇന്ത്യയുടെ നമ്മുടെ നിയമപുസ്തകം, നമ്മുടെ നീതിന്യായ ക്രിമിനൽ നടപടി നിയമം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്നതാണ്. ഒരേ സമയം അതായത് ഏറ്റവും അവസാനം വരെ ഈ പ്രത്യേകിച്ച് വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളുടെ എല്ലാ പ്ലേയും അവരുടെ ആവശ്യങ്ങളും ഏറ്റവും അവസാന നിമിഷം വരെ കേൾക്കുക എന്നുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നൽകിയതിനു ശേഷം ശിക്ഷ നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു മനോഹരമായ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിൽ കൂടി ആ സിസ്റ്റം നമ്മൾ തുടർന്നു വരുന്നു. അതായത് അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്നത് അവരുടെ ഒരു ഗിമ്മിക്ക് മാത്രമായിരുന്നു. അങ്ങനെ യാതൊരു, നിങ്ങൾക്കറിയാൻ വേണ്ടി ഇന്ത്യയുടെ ആഭ്യന്തര നിയമവ്യവസ്ഥയിൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയുടെ ആഭ്യന്തര നിയമവ്യവസ്ഥയിലേക്ക് ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ലാത്ത കോടതിയാണ് അന്താരാഷ്ട്ര കോടതി. അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്നത് അത് അവരുടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടെ ഇതിനകത്തൊക്കെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കുറെ വളരെയധികം പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങളിലൊക്കെ അതൊന്നും നമുക്കതിനെ പിന്തുണയ്ക്കാനൊന്നും കഴിയില്ല. അന്താരാഷ്ട്ര കോടതിയിൽ പോയതിന്റെ പേരിൽ ഇതിനകത്ത് അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു മാത്രം കാലത്താണ്. പക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഈ നമ്മൾക്ക് ഈ വധശിക്ഷ വേണോ വേണ്ടയോ എന്നുള്ള വളരെ വിശദമായ ചിന്ത ഇന്നു മുതൽ നടത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് പരിഷ്കൃത രാജ്യങ്ങളിലെ പല വധശിക്ഷ നടത്തിയ രാജ്യങ്ങളുമായി അവരുടെ രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ടോ എന്ന് ചോദ്യമുണ്ട്. അതേസമയം ഈ വധശിക്ഷ നിർത്തലാക്കണമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പരമാവധി ശിക്ഷ ഇത്തരം അതിക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയും നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നമ്മുടെ പോലീസിങ്, നമ്മുടെ പ്രോസിക്യൂഷൻ വ്യവസ്ഥ, ഇതിനകത്തൊക്കെ വളരെ ആധുനികമായ രീതിയിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ഇത് മാത്രം മാറാതെ നമ്മുടെ ഈ ശിക്ഷാവിധിയുടെ കാര്യത്തിൽ മാത്രം റിഫോം വേണമെന്ന് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ പിന്തുണയുണ്ടെന്ന്. ഉദാഹരണമായി പറഞ്ഞ ഹൈദരാബാദിൽ ബലാത്സംഗ കേസിൽ പ്രതികളാണെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞ ആളുകളെ അവർ വെടിവെച്ച് കൊന്നപ്പോൾ രാജ്യത്ത് വലിയ സ്വീകാര്യത ഉണ്ടായത്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന സ്വീകാര്യതയല്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ആളുകൾ, ബഹുഭൂരിപക്ഷ ആളുകളും അതിനെ സ്വീകരിക്കുന്ന അവസ്ഥയിൽ, മാനസികാവസ്ഥയിലേക്ക് മാറിയത് ഈ വിചാരണയും കുറ്റവിചാരണയും
അതുപോലെ തന്നെ ശിക്ഷാവിധി നടപ്പാക്കലിനും ഉണ്ടാകുന്ന കാലതാമസവും ആ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ദുഷ്ടൂരമായ കുറ്റകൃത്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന രാജ്യത്ത് ഇത്തരം ഇൻസ്റ്റന്റ് ആയി നടപ്പാക്കുന്ന നീതിയോട് പോലും ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് ഉള്ള കാരണം അതൊരു പരിഷ്കൃത സമൂഹത്തെ ഒരിക്കലും ചേർന്നല്ല. നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം നമുക്ക് പറയുന്നത് നമുക്ക് വളരെ ദുർബലമായ പോലീസിങ്ങും ദുർബലമായ പ്രോസിക്യൂഷൻ വ്യവസ്ഥയുമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നവർ പ്രതികളാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യത്ത് നമുക്ക് നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഇഷ്ടംപോലെ നിരപരാധികളായ ആളുകളെയും പോലീസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആണ് എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ശരിയാണ് ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ വിചാരണയിലടക്കം നേരിടുന്ന കാലതാമസം അത് ഉപയോഗപ്പെടുത്തി പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം, ഇതൊക്കെ വലിയ രീതിയിൽ ജനങ്ങളും നോക്കിക്കാണുകയും വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ച സമീപകാലത്ത് പോലീസ് വെടിവെച്ചു കൊന്ന കേസിലടക്കം ഈ കാര്യം നീതിപീഠവും തിരിച്ചറിയുന്നുണ്ട് എന്നതിൻ്റെ ചില സൂചനകൾ കൂടി സമീപകാലത്തുണ്ടായിരുന്നല്ലോ. കൂടുതൽ കോടതികൾ വരുന്നു, പോക്സോ കേസുകളിലടക്കം അതിവേഗത്തിൽ വിചാരണയിലേക്ക് പോകണമെന്ന, അതായത് ഒരു തിരുത്തൽ പ്രക്രിയ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ സജീവമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരു തുടക്കമാണെങ്കിൽ കൂടി അത് വലുതായി പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തും എന്ന് നമുക്ക് കരുതിക്കൂടെ? അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്നില്ലേ നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്ന്? ഈ നമുക്കറിയാൻ വേണ്ടി ഏറ്റവും ഈ സെക്സ് ക്രൈമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബലാത്സംഗവും ഇത്തരത്തിലുള്ള സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തമായ നിയമ ഭേദഗതികൾക്ക് കാരണഭൂതമായ ഒരു കേസാണ് നമ്മുടെ നിർഭയ കേസ്. ഈ നിർഭയ കേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമ വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യയുടെ നിയമ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ വളരെ അധികം ഒരു നാഴികക്കല്ലായി മാറിയിട്ടുള്ള ഒരു കേസാണ്. ആ കേസ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കറിയാം ക്രിമിനൽ നടപടി നിയമത്തിലെ കാര്യമായ ഭേദഗതികൾ വന്നത്. സെക്ഷൻ 376 പുതിയ അഡീഷൻസ് വന്നത്, ബലാത്സംഗത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുതിയ ഇത് വന്നു, ആക്ട് വന്നു. നിർഭയ ഹോമുകൾ രാജ്യത്ത് എമ്പാടും വന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ ദിവസം ഇന്ന് രാവിലെ നമുക്ക് എടുക്കേണ്ട, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണാധികാരികൾ എടുക്കേണ്ട ശ്രമം ഇത് കൂടുതൽ കാര്യക്ഷമമാവും. നിർഭയ ഹോമുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഒട്ടനവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ നിർഭയ ഹോം എന്ന് പറയുന്ന പേരുകൾ പോലും ഒരു പക്ഷേ ആ നിർഭയ ഹോമിലുള്ള അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്ക് നിർഭയ ഒരു പ്രതീകമാണ്, നമുക്കറിയാലോ, നിർഭയ ഒരു പ്രതീകമാണ്. അപ്പോൾ ഈ നിർഭയ ഹോമിലെ ചെറിയ ചെറിയ ഇൻസിഡന്റുകളിലൊക്കെ പെട്ട് വീടുകളിൽ നിന്നൊക്കെയുള്ള പീഡനമൊക്കെ ആയിട്ട് ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുട്ടികളെ പിന്നീട് റേപ്പ്, അതായത് നിർഭയ എന്ന് പറയുന്ന വലിയൊരു ക്രൂരതയുടെ പ്രതീകമായി, ക്രൂരത ഏറ്റുവാങ്ങിയതിന്റെ പ്രതീകമായിട്ടുള്ള നിർഭയയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോമിൽ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ അത് വരുമ്പോൾ അവർ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവരൊരു റേപ്പിന് വിധേയമായ കുട്ടി അല്ലെങ്കിൽ റേപ്പിന് വിധേയമായ ആളുകളോടുള്ള സമൂഹത്തിന്റെ മാനസികാവസ്ഥ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ നിർഭയ കേസ്, അതേപോലെയുള്ള ഈ കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച വളരെയധികം പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ നിർഭാഗ്യകരവും ദൗർഭാഗ്യകരവും അപലപനീയവുമായ ഒരു സംഭവത്തിൽ നിന്ന് പോലും നമുക്ക് നമ്മുടെ നീതി വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. അതെ, പറഞ്ഞോളൂ. ഇനിയും ഇതേ അവസ്ഥയിൽ നിന്നാണ് ഇനിയും നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ നമ്മുടെ സിസ്റ്റത്തെ റിഫോം ചെയ്യുന്നതിനുള്ള വലിയ ഊർജം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വീണ്ടും എത്തുന്ന വീണ്ടും ആർജിച്ചുകൊണ്ട് നമുക്ക് വ്യവസ്ഥയിൽ വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നടപ്പായിരിക്കുന്നു. പുലർച്ചെ കൃത്യം 5:30 തിഹാർ ജയിലിൽ 4 പ്രതികളെയും ഒരേ സമയം തൂക്കിലേറ്റി. പ്രതികളായ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് താക്കൂർ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. ആരാച്ചാർ പവൻകുമാറാണ് വധശിക്ഷ നടപ്പാക്കിയത്. കുറ്റകൃത്യം നടന്ന് 7 വർഷങ്ങൾക്ക് ശേഷമാണ് നീതി നടപ്പിലായത്. MP പ്രദീപ് കുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോഴും വലിയ ആൾക്കൂട്ടം ഈ
വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ചില പ്രൊസീജിയറുകളുണ്ടല്ലോ, അതായത് മരണം ഡോക്ടർ സ്ഥിരീകരിക്കണം, അങ്ങനെ അതിൻ്റേതായ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടിയുണ്ടല്ലോ, അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു? റിജിത്ത്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുലർച്ചെ 5:30 തന്നെ വധശിക്ഷ നടപ്പാക്കി. ഇത് വളരെ കൃത്യമായി തന്നെ തിഹാർ ജയിലിൻ്റെ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ തന്നെ ഇത് സ്ഥിരീകരിച്ചു. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പരിശോധിച്ചു, അവരുടെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ അത് അവിടെ 1 മണിക്കൂർ അവിടെ സൂക്ഷിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിഹാർ ജയിൽ വളപ്പിൽ തന്നെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും ഏകദേശം ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, മണി 7 പോകുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് നൽകാൻ കഴിയുന്നത് 7 മണിക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ഇവിടെ നിന്നും, അതായത് തിഹാർ ജയിൽ വളപ്പിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും DDO ആശുപത്രിയിലേക്കായിരിക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് തീരുമാനം. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗേറ്റ് നമ്പർ 3 മുന്നിലാണ്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ, അതായത് ഈ സുപ്രീം കോടതി ഈ ഒരു ഹർജി പരിഗണിക്കുന്ന ആ സമയം മുതൽ തന്നെ ഇവിടെ ജനങ്ങൾ വലിയ തോതിൽ തടിച്ചുകൂടിയിരുന്നു. നിർഭയയ്ക്ക് നീതി വേണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് അവരുടെ മുദ്രാവാക്യം. അതിനുശേഷം സുപ്രീം കോടതിയും നിർഭയ കേസ് പ്രതികളുടെ ഹർജി തള്ളിയപ്പോൾ സുപ്രീം കോടതി ജുഡീഷ്യറിക്ക് സിന്ദാബാദ് വിളിച്ചും അഭിഭാഷകൻ AP സിംഗിനെതിരെ മുർദാബാദ് വിളിച്ചും ഇവിടെ ജനക്കൂട്ടം തടിച്ചുകൂടി, ത്രിവർണ്ണ പതാകകൾ വീശി. 5:30 ആ സമയം അടുത്തു വന്നപ്പോൾ ആ സമയത്ത് കൗണ്ട് ഡൗൺ വച്ചിട്ടാണ് ഇവർ ഈ ഒരു വധശിക്ഷ നടപ്പാക്കിയതിനെ സ്വാഗതം ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ തോതിൽ ആർത്തു വിളിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു വധശിക്ഷ നടപ്പാക്കലിനെ വലിയൊരു ഉന്മാദത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം കാഴ്ചകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ കുറേ പേരെങ്കിലും പോയിരിക്കുന്നു. അവരെ ഇവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞ് അവരെ ഇവിടുന്ന് മാറ്റി വിട്ടു. കാരണം ഇപ്പോൾ ഒരു COVID-19 ഒരു പശ്ചാത്തലത്തിൽ കൂട്ടം കൂടുന്നത് വലിയ തോതിലുള്ള ഒരു സാമൂഹിക പ്രശ്നം കൂടി ആയി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആരോഗ്യ പ്രശ്നവും സാമൂഹിക പ്രശ്നവും ഒക്കെയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇതിനെല്ലാം ശേഷം ഇപ്പോഴും പക്ഷേ മാധ്യമങ്ങൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ സമയത്ത് പറയേണ്ടി വരും. ഒപ്പം തന്നെ അർദ്ധ സൈന്യത്തെയും കൂടി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ശരി, പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിർഭയ കേസിൽ പ്രതികളായ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് ഠാക്കൂർ എന്നിവരെ തൂക്കിലേറ്റിയിരിക്കുന്നു. ശിക്ഷ എല്ലാവർക്കും പാഠമാകണം എന്നാണ് നിർഭയയുടെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. 4 പ്രതികളുടെയും മരണം ഡോക്ടർ സ്ഥിരീകരിച്ചിരിക്കുന്നു. വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഇപ്പോൾ തിഹാർ ജയിലിൽ പുരോഗമിച്ചു വരികയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയുന്നത്. 7 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് നിർഭയ കേസിൽ നടന്നത്. നിർഭയയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടലുകളാണ് ഈ ഒരു ശിക്ഷാവിധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും, നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഇപ്പോൾ വധശിക്ഷ തന്നെ നടപ്പാക്കാൻ സുപ്രീം കോടതിയും ദയാഹർജിയുമായി പോയ സമയത്ത് അത് രാഷ്ട്രപതി തള്ളുകയും ചെയ്തതോടുകൂടി ശിക്ഷ നടപ്പിലാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. 4 പ്രതികളെയും തൂക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്നായിരുന്നു നിർഭയയുടെ അമ്മയുടെ പ്രതികരണം. ഈ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് നിർഭയയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് നിൽക്കുകയായിരുന്നു ആശാദേവി. ഇന്നത്തെ ദിവസം വനിതകളുടേതാണെന്നും നീതി നടപ്പാക്കാൻ സഹായിച്ച രാഷ്ട്രപതിക്കും സർക്കാരിനും നീതിപീഠത്തിനും നന്ദി പറയുകയാണെന്നും ആശാദേവി വ്യക്തമാക്കി. ആശാദേവിയുടെ വാക്കുകളിലേക്ക്. देखिए, फाइनली उनको फांसी पे लटका दिया गया है। ये आज 7 साल का संघर्ष था। ये पहली बार है जो 4 मुजरिमों को फांसी पर लटकाया गया है। ये पहली बार है कि एक देश में बच्ची के साथ रेप बलात्कार हुआ था। आज पहली बार उसको इंसाफ मिला। आज का दिन 20 मार्च है। आज का दिन हमारी बच्चियों के नाम, हमारी महिलाओं के नाम, क्योंकि आज का दिन निर्भया को इंसाफ मिला, पूरे देश के बच्चियों को इंसाफ मिला। मैं सभी लोगों को बहुत बहुत धन्यवाद देती हूँ। खासकर अब देर से ही सही इंसाफ मिला। मैं अपने जुडिशरी को, अपने न्याय व्यवस्था को, अपने राष्ट्रपति महामहिम को
अपने सरकारों को बहुत बहुत धन्यवाद देती हूँ कि जिस तरह से निर्भया के केस में डिले टैक्टिक्स अपनाई गई, एक एक करके पटिशन डाली गई, लेकिन जिस तरह से पटिशन डाली गई उसी तरह से हमारी अदालतों ने सक्रिय होकर एक एक पटिशन को खारिज किया। फाइनली आज हम उस मुकाम पे पहुंचे, उनको फांसी दी गई, निर्भया को इंसाफ मिला। जिस तरह से 2012 में घटना हुई थी निर्भया के साथ, लोग शर्मसार हुए थे, हमारा देश शर्मसार हुआ था, लेकिन फाइनली देर से ही सही, लेकिन आज हमारी जुडिशरी ने इन चारों को फांसी देकर साबित किया कि नहीं, अगर महिलाओं के साथ, बच्चियों के साथ अगर ऐसा घिनौना अपराध होगा तो बच्चियों को इंसाफ मिलेगा और मुजरिमों को सजा मिलेगी। देखिए फाइन തന്റെ മകളെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മകൾക്ക് നീതി ലഭിച്ചുവെന്നാണ് നിർഭയയുടെ അമ്മ ആശാദേവി പറഞ്ഞത്.